കാറ്റടിക്കുമ്പോൾ എല്ലാവരും നിലത്തമർന്നു കിടക്കട്ടെ. റസൂലുള്ള പറഞ്ഞു, സ്വഹാബത്തിന് ഉറച്ച വിശ്വാസമുണ്ട്, റസൂലുള്ളാഹിന്റെ പ്രവചനം തെറ്റുകയില്ല. രാത്രിയായി, അതാ വരുന്നു ഫഹബ്ബത്ത് റീഹുൻ ശദീദ്, ശക്തമായ കൊടുങ്കാറ്റടിച്ചു വീശി. സർവരും നിലത്ത് അമർന്നു കിടന്നു. എന്നാൽ ഫഖാമ റജുലുൻ, കൂട്ടത്തിലൊരു മനുഷ്യൻ ഒന്നങ്ങ് തലപൊക്കി നോക്കിയപ്പോൾ ഫഹമലത്തുഹു റീഹു, അയാളെ കാറ്റ് പൊക്കിയെടുത്തു. ഹത്താ അൽഖതുഹു ബിഹബ്ലാ ത്വയ്യിൻ, യമനിലെ ത്വയ്യ് എന്ന പ്രദേശത്തെ മലയിലാണ് ആ മനുഷ്യനെ കാറ്റ് കൊണ്ടുപോയി എറിഞ്ഞതെന്ന് സ്വഹാബത്ത് പറയുന്നു. ഇമാം ബുഖാരിയും മുസ്ലിമും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നു. നോക്കൂ നിങ്ങൾ, റസൂലുള്ളാഹിന്റെ പ്രവചനം അങ്ങനെയാണ്. ഇതാണ് പ്രവാചകന്മാർ വരാൻ പോകുന്നത് മുൻകൂട്ടി പറയും. അതേ യാത്രയിൽ തന്നെ മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞങ്ങൾ മദീനയോടടുത്തു. അപ്പോഴും ഒരു കാറ്റിന്റെ സംഭവം. ഖദിമാൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ സഫരിൻ ഫലമ്മാ കാന ഖറുബൽ മദീന, മദീനയുടെ തൊട്ടടുത്തെത്തിയപ്പോൾ ഒരു വമ്പിച്ച കൊടുങ്കാറ്റ്. അതേ ഹാജത്ത് റീഹുൻ ശദീദ് തക്കാദു അൻ തുദ്ഫിന റാകിബ്, ഞങ്ങളെ ഒട്ടകങ്ങളെയും വാഹനങ്ങളെയും ഒക്കെ അതാ വലിയ ചുഴലിക്കാറ്റിൽ മണൽ ഉരുണ്ടുകൂടിയിട്ട് ഞങ്ങൾ അതിന്റെ ഉള്ളിൽ പെട്ടുപോകുമാ ശക്തമായ കാറ്റാണ് അടിച്ചു വീശുന്നത്. അപ്പൊ റസൂലുള്ള പറഞ്ഞു, പേടിക്കണ്ട സ്വഹാബാ, ഇത് നിങ്ങൾക്കെതിരെയുള്ള കാറ്റല്ല, നിങ്ങളൊക്കെ ഇവിടെ തമ്പടിച്ചോളൂ, കാറ്റ് തീരട്ടെ. ഈ കാറ്റ് ഈ കാറ്റിനെ അല്ലാഹു നിയോഗിച്ചത് മദീനയിലുള്ള ഒരു വലിയ മുനാഫിഖിനെ കൊന്നുകളയാനാണ്. ഈ കാറ്റ് കൊണ്ടുകൊണ്ട് മദീനയിൽ ഒരു മുനാഫിഖ് മറിഞ്ഞു വീഴും, മരിച്ചു വീഴും. മദീനയിൽ എത്തുന്നതിന് മുമ്പ് തിരുനബി പറയുകയാണ്, സ്വഹാബത്ത് മുഴുവനും തമ്പടിച്ചു, അവരെ ഒട്ടകങ്ങളെ മേയാൻ വിട്ടു. ഇടക്ക് റസൂലുള്ളാഹിന്റെ ഒട്ടകം കാണുന്നില്ല. അപ്പൊ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിളിച്ചു പറഞ്ഞു, സ്വഹാബ, എന്റെ ഒട്ടകത്തെ കാണുന്നില്ല, നിങ്ങളൊന്ന് പോയി നോക്കൂ. ഇത് പറഞ്ഞപ്പോ ചാടിയൊരു മുനാഫിഖ് ഒരൊറ്റ ചാട്ട. കണ്ടില്ലേ, എന്താ കണ്ടില്ലേ? മൂപ്പര് പറയാണേ, ഒരു കാറ്റ് അങ്ങോട്ട് പോയപ്പോ മൂപ്പര് പറയാ അത് മദീനയിലുള്ള ഒരു മുനാഫിഖിനെ കൊല്ലാനാണ്. മൂപ്പര് ഒട്ടകം കാണാതായപ്പോഴോ അപ്പൊ അതിന്റെ വൈബൊന്നും പറയുന്നില്ല, വേഗം ആളെ വിളിച്ചിട്ട് അതൊന്ന് പോയി അന്വേഷിച്ചു നോക്ക്. സാധനം കിട്ടണമെങ്കിൽ അത് വേണല്ലോ. റസൂലുള്ളാഹിനെ പുച്ഛിക്കുകയാണ് മുനാഫിഖ്. സുബ്ഹാനല്ലാഹ്, നബിതങ്ങളെ മുഖമങ്ങ് നിറമങ്ങിപ്പോയി. ഉടനെ തന്നെ നബിതങ്ങൾ ചാടി നേറ്റുകൊണ്ട് പറഞ്ഞു, എന്റെ ഒട്ടകമോ അതാ ഇന്നാലിന്ന പർവ്വതത്തിന്റെ അപ്പുറത്ത്, ഇന്നാലിന്ന മരത്തിൽ അതിന്റെ കയറ് കുടുങ്ങിക്കിടക്കുകയാണ്, അത് ചെന്നുകൊണ്ട് നിങ്ങൾ കൊണ്ടുവരിക. റസൂലുള്ളാഹിക്ക് വല്ലാത്ത ദേഷ്യമായി പോയി. ഇതേ ചോദ്യമല്ലേ തിരുത്തൽവാദികൾ ഇന്ന് മതത്തിൽ ഉന്നയിച്ചു കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹിക്ക് ഗൈബ് അറിയില്ലെന്ന് എന്താണ് അവരെ തെളിവ്? ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പേരിൽ വ്യഭിചാര ആരോപണം ഉണ്ടായപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അറിയുമെങ്കിൽ അത് പറഞ്ഞാ പോരേനെയോ? ചോദ്യമാണ്. സുബ്ഹാനല്ലാഹ്, നാം മുനാഫിക്കുകൾ അതും ആയുധാക്കൂലേ? വേറെ പലരും വ്യഭിചരിച്ച കേസുണ്ടായപ്പോൾ അവരെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഭാര്യയുടെ പേരിൽ അങ്ങനെ ഒരു കേസ് വന്നപ്പോൾ അത് വ്യഭിചാര ആരോപണമാണ്, കള്ളക്കഥയാണ് എന്ന് നബിക്കറിയാമെങ്കിലും അത് നബി ഗൈബിയായ അറിവ് എനിക്കുണ്ട് എന്ന് പറഞ്ഞ് അവിടെ വാദിക്കാൻ പറ്റൂല. വാദിച്ചാ മുനാഫിക്കുകൾ പറയാ, മൂപ്പര ഭാര്യന്റെ പ്രശ്നം വന്നപ്പം മൂപ്പര അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് മറ്റുള്ളവരെ ഭാര്യമാരുടെ പേരിൽ ആരോപണം വന്നപ്പോൾ അതിന്റെ പേരിൽ നടപടി സ്വീകരിച്ചു എന്ന് പറയില്ലേ? അതുകൊണ്ട് റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ല. പണ്ഡിതന്മാര് പറയുന്നു അമ്പിയാക്കൾ ഗൈബറിയുന്നവരാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് അറിയും പോലെ എല്ലാം എപ്പോഴും എവിടെ വെച്ചും കാണും കേൾക്കും എന്നതല്ല. അതേ സമയത്ത് മറഞ്ഞ ഒരു കാര്യം അവരറിയണമെന്ന് ആഗ്രഹിച്ചാൽ അല്ലാഹു തആല അവർക്ക് അറിയിച്ചു കൊടുക്കും. മറഞ്ഞൊരു കാര്യം അറിയണമെന്ന് അവരാഗ്രഹിച്ചാൽ അല്ലാഹു അവർക്ക് അറിയിച്ചു കൊടുക്കും. മഹാനായ ഗസാലി റളിയല്ലാഹു അൻഹു വിവരിച്ചതായി ഫത്ഹുൽ ബാരിയിൽ മഹാനവറുകൾ അതാ രേഖപ്പെടുത്തുന്നത് കാണാം. അല്ലാഹുവിന്റെ അമ്പിയാക്കൾ, നമുക്ക് സാധാരണക്കാർക്ക് ആ കണ്ണുണ്ട്, ഇതുപോലെ അകക്കണ്ണുള്ളവരാണ്. നാം നമ്മുടെ കണ്ണുപയോഗിച്ച് ഒരാളെ കാണണമെന്ന് ചിന്തിച്ചാൽ, നമ്മൾ അതിനു വേണ്ടി പ്രയോഗം നടത്തിയാൽ നമുക്ക് അയാളെ കാണാൻ കഴിയുന്നത് പോലെ അമ്പിയാക്കളെ അകക്കണ്ണുകൊണ്ട് അവർക്ക് മറഞ്ഞൊരു കാര്യം കാണണമെന്ന് വിചാരിച്ചാൽ അല്ലാഹു തആല കാണിച്ചു കൊടുക്കും. ഈ അർത്ഥത്തിലാണ് ഗൈബിയായ വിവരങ്ങൾ അമ്പിയാക്കൾ അറിയുന്നത്.
അങ്ങനെ അറിയുന്നതിനെ നിഷേധിച്ചാൽ അത് നുബുവത്തിനെ നിഷേധിക്കുന്നതിന്റെ ഭാഗമാണ്. പ്രവാചകന്മാരുള്ള വിശ്വാസം അപൂർണമായി പോകും. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞു, ആ കാറ്റടിച്ചത് മദീനയിലെ മുനാഫിഖിന്റെ മരണത്തിന് വേണ്ടിയാണ്. ഫഖദിമൽ മദീന, അങ്ങനെ ഇവർ മദീനയിലെത്തിയപ്പോഴതാ ഫഇദാ അലീമും മിനൽ മുനാഫിഖീന ഖദ് മാത്, മുനാഫിഖീങ്ങളിൽപ്പെട്ട വലിയൊരു നേതാവ് ഈ കാറ്റിൽ അപകടത്തിൽപ്പെട്ട് മരണപ്പെട്ടു കിടക്കുന്നു. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല ഇത് ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് എന്തിനാണ്? മഹാനായ യാഖൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകന് വരാൻ പോകുന്ന വിഷയങ്ങളെല്ലാം മുൻകൂട്ടി അവിടെ വിവരിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ ആ അറിവ് വെച്ചുകൊണ്ട് മകനോട് പറഞ്ഞു, ഇതാ നിനക്ക് ഇങ്ങനെയൊക്കെ വരാനുണ്ട്, അതുകൊണ്ട് ഈ കഥ നീ ആരോടും പറയരുത്. എന്നാൽ ഇത് എങ്ങനെയോ ഇക്കാക്കമാരെ കാതിലെത്തി. അത് ആരിലൂടെയാണ്? പല അഭിപ്രായങ്ങളുണ്ട്. അത് അവരെ ഉമ്മ, ആ ഉമ്മയാണിത് കേട്ടത്. അങ്ങനെ ഉമ്മ മറ്റേ മക്കളോട് പറഞ്ഞതാണ്. അങ്ങനെ കേട്ടതോടുകൂടെ എന്തായി? ഇവരെ മനസ്സിൽ വിദ്വേഷവും പകയും അസൂയയും പൊങ്ങിത്തുടങ്ങി. അല്ലാഹു പറയുന്നു, ഇത് ഖാലൂ ലയൂസുഫു വഅഖൂഹു അഹബ്ബു ഇലാ അബീനാ മിന്നാ വനഹ്നു ഉസ്ബത്തുൻ ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ. ഇത് ഖാലൂ, ആ സമയത്ത് അവർ പറഞ്ഞു, ഇക്കാക്കമാര് പറയുന്നു. ആ പറഞ്ഞ സന്ദർഭത്തിലാണ് നിങ്ങൾക്ക് ഇതിൽ വലിയ പാഠമുള്ളത്. ആ കഥ മുതൽക്കാണ്. എന്താണ് അവർ പറഞ്ഞത്? യൂസുഫു വഅഖൂഹു, യൂസുഫും അവന്റെ ഉമ്മാക്ക് ജനിച്ച അവന്റെ സഹോദരനാകുന്ന ബിന്യാമീനും അഹബ്ബു ഇലാ അബീനാ മിന്നാ, നമ്മളെക്കാൾ നമ്മളെ വാപ്പാക്ക് അവരോടാണ് കൂടുതൽ സ്നേഹം. അതേ സമയത്ത് വനഹ്നു ഉസ്ബാ, നമ്മളാവട്ടെ എന്തിനും പോന്ന ഒരു സംഘം ആളുകളാണ്. 10 ആളുകളെ കണ്ടാൽ ആരും അത്ഭുതപ്പെട്ടു പോകും. ഒന്നാന്തരം ശരീരത്തിന്റെ ഉടമകൾ, സൗന്ദര്യമുള്ള കുട്ടികൾ, നല്ല ആരോഗ്യമുള്ളവർ, എന്തിനും തയ്യാറുള്ള ഊർജ്ജസ്വലരായ 10 മക്കളാണ് യാക്കൂബ് നബിയുടെ ആദ്യത്തെ ഭാര്യയിലുള്ള 10 മക്കളും. ആ കുട്ടികൾ എന്ന് പറയാ വനഹ്നു ഉസ്ബാ, നമ്മളൊരു നല്ല ശക്തിയായ ഒരു സംഘമാണെന്നിരിക്കെ ഈ ചെറിയ കുട്ടികൾക്കാണ് വാപ്പ വലിയ പരിഗണന കൊടുക്കുന്നത്. ഇന്ന അബാനാ ലഫീ ളലാലിൻ മുബീൻ, നമ്മുടെ വാപ്പ ഈ തെരഞ്ഞെടുപ്പിന്റെ കാര്യത്തിൽ ആ വാപ്പാക്ക് അബദ്ധം സംഭവിച്ചിരിക്കുകയാണ്. നമ്മളല്ലേ വാപ്പാനെ നോക്കാൻ കഴിവുള്ളവർ, നമുക്കല്ലേ വാപ്പാനെ സംരക്ഷിക്കാൻ ശേഷിയുള്ളവർ. ഇപ്പൊ നമ്മളെ വേണ്ട പോലെ പരിഗണിക്കാതെ ഈ ചെറിയ 2 അനുജന്മാർക്കാണ് വാപ്പ പരിഗണനയും സ്നേഹവും കൊടുക്കുന്നത്. ഇവർക്ക് അസൂയക്കത് കാരണമായി. നേരത്തെ നമ്മൾ പറഞ്ഞു, യാക്കൂബ് നബി അലൈഹിസ്സലാം പ്രകൃതിപരമായുള്ള ഒന്നല്ലാതെ അതിന്റെ അപ്പുറത്തൊന്നും ചെയ്തിട്ടില്ല. പക്ഷെ ഇവര് തെറ്റിദ്ധരിച്ചു. ആ തെറ്റിദ്ധാരണ ഒരു ഗൂഢാലോചനക്ക് കാരണമായി. ഇക്കാക്കമാർ ചേർന്ന് ചർച്ച നടത്തുകയാണ്. ഇനി നമ്മൾ എന്തേ മാർഗമുള്ളൂ? രണ്ടാലൊന്ന് നമ്മൾ ചെയ്യണം. ഉഖ്തുലൂ യൂസുഫ, യൂസുഫിനെ അങ്ങ് തട്ടിക്കളയാം. യൂസുഫാണ് മൂത്ത കുട്ടി, മറ്റത് ചെറുതാണ്. നമുക്ക് യൂസുഫിനെ കൊന്നുകളയണം. അതല്ലെങ്കിൽ അബിത്രഹൂഹു അർളാ, ഏതെങ്കിലും നാട്ടിൽ കൊണ്ടുപോയി നമുക്ക് അവനെ കളഞ്ഞേക്കാം. അങ്ങനെ നമ്മൾ അവനെ അങ്ങ് വകവരുത്തുകയോ നാട് കടത്തുകയോ ചെയ്താൽ യഹ്ലു ലക്കും വജ്ഹു അബീക്കും, നിങ്ങളെ പിതാവിന്റെ മുഖം നിങ്ങൾക്ക് ഒഴിഞ്ഞു കിട്ടും. ഇനി എപ്പോഴും ഇവനെടുത്ത് താരാടുക, അവനെ താലോലിക്കുക, ഇതിനെ വാപ്പാക്ക് നേരമുള്ളൂ. നമ്മളെ നോക്കാനും നമ്മൾക്ക് വേണ്ടി മുഖം തരാനും വാപ്പക്കൊഴിവില്ല. അതുകൊണ്ട് കഥ കഴിക്കുക, അല്ലെങ്കിൽ നമ്മൾ നാട്ടിലെവിടെയെങ്കിലും കൊണ്ടുപോയി കളയുക. അത് കഴിഞ്ഞാൽ നമുക്ക് അതുകൊണ്ട് നേട്ടമുണ്ടാകും. വാപ്പ നമ്മളെ തന്നെ ശ്രദ്ധിക്കും. എന്നാൽ ഇതൊരു തെറ്റാണല്ലോ എങ്കിലും പിന്നീട് നമുക്കായി നോക്ക് തൗബ ചെയ്ത് പാശ്ചാത്തപിച്ച് മടങ്ങി നല്ല മനുഷ്യന്മാരായി ജീവിക്കുകയും ആവാം. ഒരർത്ഥം അങ്ങനെ അള്ളാഹുവിനോട് ചെയ്യുന്ന തെറ്റും കൂടിയാണല്ലോ. അപ്പൊ പിന്നെ നമുക്ക് തൗബ ചെയ്ത് നന്നാവാ. ഇപ്പൊ നമ്മൾ തെറ്റാട് ചെയ്യാ. മറ്റൊരർത്ഥം എന്താണ്? വാപ്പന്റെ അടുക്ക് നമുക്ക് നല്ല ആളുകാരായി നല്ല പിള്ള ചമയാം. ഇവനെ കൊല്ലുകയും എവിടെയെങ്കിലും കൊണ്ടുപോയി കളയുകയോ ചെയ്തതിന് ശേഷം വീട്ടിലേക്ക് തിരിച്ചെന്ന് വാപ്പന്റെ മുമ്പില് അത് നമ്മൾ 10 ആളല്ലേ, നമ്മൾ നല്ല ഐഡിയജന്മാരല്ലേ, ഒക്കെ നമുക്ക് റെഡിയാക്കാം എന്നാണ് മറ്റൊരർത്ഥം. ഇങ്ങനെ ഇവരൊരു ഗൂഢാലോചന നടത്തി.
ഗൂഢാലോചന നടത്തിക്കൊണ്ട് അതാ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുമ്പം തന്നെ ഒരാൾ പറഞ്ഞു, ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, കാല ഖായിലും മിൻഹും, അവരെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു. അതാരാണ്? മൂത്ത സഹോദരനായ യഹൂദയാണെന്നാണ് ഭൂരിപക്ഷം ആളുകളും പറയുന്നത്. ആ യഹൂദ എന്ന സഹോദരൻ പറഞ്ഞു, ലാ തഖ്തുലൂ യൂസുഫ, പക്ഷേ നിങ്ങൾ പറഞ്ഞല്ലോ ഒന്നുകിൽ കൊല്ലുക, ആ അഭിപ്രായത്തോട് എനിക്ക് യോജിപ്പില്ല. യൂസുഫിനെ നിങ്ങൾ കൊല്ലരുത്, നമ്മൾ അനുജൻ തന്നെയല്ലേ, സംഗതി എന്താണെങ്കിലും. എന്നാൽ അവനെ നിങ്ങളൊരു പൊട്ടക്കിണറിലേക്ക് അങ്ങ് താഴ്ത്തിക്കളാ, ഒരു കിണറിലേക്ക് എറിഞ്ഞുകളാ. ഏതെങ്കിലും യാത്രക്കാർക്ക് കിട്ടിയാൽ അവരടിമയാക്കി കൂട്ടിക്കൊണ്ടുപോയി എവിടെയെങ്കിലും കൊണ്ടുപോയി വിറ്റുകൊള്ളും. നമ്മൾ കൊല്ലുന്നത് ശരിയല്ല, നമുക്ക് കിണറിലെറിയാം. നിങ്ങൾ എന്തെങ്കിലും ചെയ്തേ പറ്റൂ എന്നാണ് നിങ്ങൾ അഭിപ്രായമെങ്കിൽ കൊല്ലാതെ കിണറിലെറിഞ്ഞേക്കൂ. ഇതാണ് യഹൂദ അഭിപ്രായമായി പറഞ്ഞത്. യൂസുഫ് നബി അലൈഹിസ്സലാം മഹാനായ യാക്കൂബ് നബിയുടെ സ്നേഹങ്ങൾ ഏറ്റുവാങ്ങി റൂം വിട്ട് പുറത്തു പോകാറില്ല. ഇവരെ കൂടെ തന്നെ കളിച്ചു നടക്കുക, ഇവരെ കൂടെ പുറത്തുപോയി കളിച്ചു നടക്കാറില്ല. അതിന് വാപ്പ വിടാറുമില്ല. ഇവരുടെ പ്രധാന ജോലി ആടിനെ തീറ്റലാണ്. ആടുകളെയുമായി നേരം വെളുത്താൽ ഇക്കാക്കമാർ കാട്ടിലേക്ക് പോകാറാണ് പതിവ്. യൂസുഫിനെയും ബിന്യാമീനെയും യാക്കൂബ് നബി വിട്ടുകൊടുക്കാറില്ല. അങ്ങനെ ഇവര് ഗൂഢാലോചനയുടെ ഭാഗമായി എങ്ങനെയെങ്കിലും വാപ്പയിൽ നിന്ന് നമുക്ക് യൂസുഫിനെ തട്ടിയെടുക്കണം. വാപ്പ വിട്ടുതരില്ല, എന്നാലും നമ്മളൊന്ന് ചെന്നിട്ട് എങ്ങനെയെങ്കിലും അവനെ തട്ടിയെടുക്കണം. അതിന്റെ ഭാഗമായി ഒന്നാമത്തെ ദിവസം വീട്ടിൽ വെച്ച് തന്നെ അവര് സ്നേഹത്തോടെ യൂസുഫിനെ പൊക്കിയെടുത്തു, ഉമ്മ കൊടുത്തു, സ്നേഹം പ്രകടിപ്പിച്ചു. വാ മോനെ നമ്മൾ കളിക്കുക, നീ ഇങ്ങനെ റൂമിലിരുന്നാ ശരിയല്ലല്ലോ എന്ന് പറഞ്ഞ് മുറ്റത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി. കൊച്ചനുജനെ വല്ലാതെ കളിപ്പിച്ചു. യൂസുഫ് എന്ന കുട്ടിക്കും വല്ലാത്തൊരു സന്തോഷം, ഇന്നുവരെ അനുഭവിക്കാത്തൊരാഹ്ലാദം. ഈ ആഹ്ലാദം ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കെ ഇക്കാക്കമാര് പറഞ്ഞു, എടോ ഇതൊക്കെ ഇവിടുത്തെ കളി കാണേണ്ടത് കാട്ടിലല്ലേ, അവിടെ വരുമ്പോഴാണ് ശരിയായ കളി. നിനക്കറിയോ എന്തെല്ലാം കളികളാണ് ഞങ്ങൾ അവിടെ വെച്ച് കളിക്കാറുള്ളത്, അതൊന്നും ഇവിടെ വാപ്പന്റെ അടുത്ത് നമുക്ക് കളിച്ചുകൂടാ. അതുകൊണ്ട് കാട്ടിലേക്ക് ഞങ്ങൾ ആടിനെ തീറ്റാൻ പോകുമ്പം നീയും പോരൂ, വാപ്പയോട് സമ്മതം വാങ്ങൂ, സമ്മതം തന്നില്ലെങ്കിൽ കരഞ്ഞോ. അങ്ങനെ അനുജനെ വിളിച്ച് ജ്യേഷ്ഠന്മാർ ഉപദേശിച്ചു. യൂസുഫ് അലൈഹിസ്സലാം ചെറിയ കുട്ടി, 7 വയസ്സ് പ്രായം. അദ്ദേഹത്തിനും തോന്നി ശരിയാണ്, ഞാനും ഒന്ന് കളിക്കാൻ പോണം. അങ്ങനെ കളിക്കണമെന്ന് ചിന്തിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഇവര് വാപ്പയെ സമീപിച്ചു. ഇക്കാക്കമാർ ഖാലൂ യാ അബാനാ മാലക ലാ തഉമന്നാ അലാ യൂസുഫ വ ഇന്നാ ലനാസുഹൂൻ. ഓ ഞങ്ങളെ പ്രിയപ്പെട്ട ഉപ്പ, മാലക നിങ്ങൾക്ക് എന്തു പറ്റി? ലാ തഉമന്നാ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമില്ലേ? അലാ യൂസുഫ യൂസുഫിന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് ഞങ്ങളെ വിശ്വാസമല്ലേ? വ ഇന്നാ ലഹു ലനാസുഹൂൻ ഈ യൂസുഫിനോട് ഞങ്ങൾ അങ്ങേയറ്റം ഗുണകാംക്ഷയുള്ളവരാണ്. സത്യമായും ഞങ്ങൾക്ക് അവനോട് വലിയ സ്നേഹമുണ്ട്. അവൻ വളർന്നു വലുതാവണം ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അവനും ആടിനെ തീറ്റാൻ പഠിക്കണം, സ്വന്തം കാലിൽ നിൽക്കാൻ അവനും വളരണം. അതിനൊക്കെ ഞങ്ങൾക്കും താല്പര്യമുണ്ട്. അതുകൊണ്ട് ഉപ്പാ അർസിൽഹു മഅനാ ഗദാ, നാളെ ഞങ്ങളും ആടിനെ തീറ്റാൻ പോകുമ്പം നിങ്ങൾ മകനെ ഞങ്ങളെ കൂടെ പറഞ്ഞു വിടണം. അവനൊന്ന് മേഞ്ഞ് നടക്കട്ടെ, ഒന്ന് തുള്ളിച്ചാടി കളിക്കട്ടെ. ഈ റൂമിൽ തന്നെ ഇരുന്ന് ഈ കുട്ടിക്കാലത്ത് ഇവനെ അടച്ചുപൂട്ടിയിട്ടാൽ അവന്റെ ശരീരം വികസിക്കുമോ? അവന്റെ മനസ്സിന് സന്തോഷം ഉണ്ടാവുമോ? അതുകൊണ്ട് വാപ്പ ഞങ്ങളെ കൂടെ വിട്ടേക്കൂ, ഞങ്ങൾ അവന് വേണ്ട എല്ലാ നല്ലതും ചെയ്തു കൊടുക്കും. എല്ലാവിധ സംരക്ഷണവും ഞങ്ങൾ അവന് കൊടുക്കുകയും ചെയ്യാം വാപ്പാ. ഇക്കാക്കമാര് വാപ്പയെ സമീപിച്ച് സന്തോഷത്തോടെ പറഞ്ഞു. വാപ്പാക്ക് അതിൽ വിശ്വാസം വന്നില്ല. യൂസുഫ് അലൈഹിസ്സലാമുമായി വേർപിരിഞ്ഞു നിൽക്കുന്നത് ഒരിക്കലും ആ പിതാവിന് സഹിക്കാൻ കഴിഞ്ഞില്ല. കാരണം ഉമ്മയില്ലാത്ത കുട്ടിയാണ്. ആ കുട്ടിയെ പുറത്തു വിടാൻ ഒരിക്കലും ധൈര്യം വരുന്നില്ല. അങ്ങനെ വീണ്ടും വീണ്ടും ഇവർ വാപ്പയെ സമീപിച്ച് വല്ലാതെ പറഞ്ഞു. ആ സമയത്ത് വാപ്പ പറഞ്ഞതെന്താണ്? ഖാല ഇന്നീ ലയഹ്സുനുനി അൻ തദ്ഹബൂ ബിഹി, നിങ്ങൾ അവനെയും കൊണ്ടുപോകുന്നത് എനിക്ക് വല്ലാത്ത സങ്കടമാണ്.
യൂസുഫിനെ കാണാതെ ഒരു പകല് നിൽക്കുക എന്ന് എനിക്ക് കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ അവനെയും കൂട്ടി പോകരുത്, എന്നെ സങ്കടപ്പെടുത്തുന്നത്. മാത്രമല്ല അവനെ വല്ല ചെന്നായയും പിടിച്ചു കൊണ്ടുപോകുമോ എന്ന് ഞാൻ പേടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ശ്രദ്ധ ഉണ്ടാവില്ല. നിങ്ങൾ ആടിന്റെ പിന്നിലോ വല്ല കളിയിലോ ഏർപ്പെട്ട് ഈ കുട്ടിയെ ശ്രദ്ധിക്കാതെ പോയാൽ കാട്ടിൽ നിന്ന് വല്ല ചെന്നായും അവനെ പിടിച്ചു കൊണ്ടുപോകും. അതുകൊണ്ട് ചെറിയ കുട്ടിയാണ്, അവനെ നിങ്ങളെ കൂടെ പറഞ്ഞു വിടാൻ സമയമായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ പിതാവ് വിസമ്മതം പ്രകടിപ്പിച്ചപ്പോൾ ഇക്കാക്കമാര് വിട്ടില്ല. അവരെ പ്രതികരണം കാലൂ ലഇൻ അകലഹു ദിബു വനഹന ഉസ്ബാ. പാപ്പാ നാ പിന്നെ അതന്നെയല്ലേ കണ്ടു. ലഇൻ അകലഹു ദിബു, അവനെങ്ങാനും ചെന്നായ പിടിക്കുകയാണ്, ഏത് നിലക്ക് വനഹന ഉസ്ബാ, ഞങ്ങളൊരു വലിയ സംഘം ചെറുപ്പക്കാരൻ. അപ്പൊ ഓരോരുത്തർ കയ്യൊക്കെ ഇങ്ങനെ ആക്കി അവന്റെ മസിലൊക്കെ കൊണ്ട് കാണിച്ച് ഇങ്ങനത്തെ ഒരു 10 ആളടേന്ന് ഒരു ചെന്നായ ഇവൻ അങ്ങോട്ട് കൊണ്ടുപോവാണെങ്കിൽ ആ ചെന്നായ പോരെ ഇവിടെ. പിന്നെ ഇതല്ല ഖാസിറൂൻ, ഞങ്ങൾ പിന്നെ നിന്യരല്ലേ, ഞങ്ങൾ എന്തിനാ പിന്നെ 10 എണ്ണം, ഞങ്ങൾ എന്തിനു പറ്റും. അതുകൊണ്ട് വാപ്പാ നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളുണ്ട്. നിങ്ങളെ മകനൊന്നും പറ്റുകയില്ല, നിങ്ങളെ മോനെ ഞങ്ങൾ സംരക്ഷിച്ചു തരാം. അതുകൊണ്ട് നിങ്ങൾ ഞങ്ങളെ കൂടെ ഒന്നാക്ക്. അവനോട് ഞങ്ങൾക്ക് ഗുണകാംക്ഷ കൊണ്ട് പറയാണ്, അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടല്ല. വീണ്ടും പിന്നാലെ കൂടി, പിതാവിന്റെ പിന്നാലെ കൂടി മനമില്ലാ മനസ്സോടെ യാക്കൂബ് നബി അലൈഹിസ്സലാം സമ്മതം മൂളി. ഏതായാലും നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം, നാളെ രാവിലെ നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ കൊണ്ടുപോയിക്കോ. അന്ന് രാത്രി യാക്കൂബ് നബി അലൈഹിസ്സലാമിന് ഉറക്കം വന്നില്ല. മഹാനവറുകൾ ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേറ്റു. ഒരു സ്വപ്നമാണ് മഹാൻ കണ്ടത്. എന്താണ് ആ സ്വപ്നം? 10 നായക്കൾ കൂടിയിട്ട് തന്റെ മകനെ കടിക്കുന്നു. ആ സ്വപ്നമാണ് മഹാനവറുകൾ കാണുന്നത്. അതോടെ നേരം വെളുത്തപ്പോഴേക്ക് യാക്കൂബ് നബി അലൈഹിസ്സലാം തളർന്നു പോയിട്ടുണ്ട്. പക്ഷേ ഇന്നലെ കൊടുത്ത വാക്കല്ലേ, ആ വാക്കിന്റെ അടിസ്ഥാനത്തിൽ മകനെ കൊണ്ടുപോകാൻ സമ്മതം കൊടുക്കുക തന്നെ. അങ്ങനെ ആവശ്യത്തിനുള്ള ഭക്ഷണവും വെള്ളവും പാലും ഒക്കെ കൂടെ കൊടുത്ത് ചെറിയ കുട്ടിയായ യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിതാവ് ഇക്കാക്കമാരെ കൂടെ അതാ യാത്രയക്കുകയാണ്. ഏറെ വൈകാതെ ഇരുട്ടുന്നതിനു മുമ്പ് തന്നെ നിങ്ങൾ തിരിച്ചെത്തണം, കുട്ടിയെ നന്നായി ശ്രദ്ധിക്കണം എന്ന ഉപദേശങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് പിതാവ് അവരെ യാത്രയക്കുകയാണ്. കണ്ണെത്തും ദൂരം വരെ ആ വാപ്പ നോക്കി നിൽക്കുകയാണ്. എന്നാൽ ഇക്കാക്കമാരെന്ത് ചെയ്തു? ഇക്കാക്കമാര് ഒരാളെടുത്ത് യൂസുഫിനെ തോളിൽ വെച്ചു. മറ്റുള്ളവരൊക്കെതാ താടിക്ക് തോണ്ടി എന്തെല്ലാ കുഞ്ഞുമോനെ എന്ന് പറഞ്ഞ് അവനങ്ങനെ സന്തോഷിപ്പിച്ച് തമാശയും കളിയൊക്കെ ആയിട്ട് രസകരമായിട്ടാണ് വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്നത്. എന്നാൽ കുറെ അങ്ങെത്തിയപ്പോൾ മഹാനായ ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, അന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം ലമ്മാ ബറസ മഅ ഖുവത്തിഹി ലഹറൂ ലഹുൽ അദാവത്ത ശദീദാ. പിതാവിന്റെ കൺവട്ടത്ത് നിന്ന് അങ്ങ് അകന്നതോടെ അതാ യൂസുഫിനെ നേരത്തെ തോളിലേറ്റിയ ആൾ ഒരൊറ്റ ഏറ് നിലത്തെ. സുബ്ഹാനല്ലാഹ്, യൂസുഫ് എന്ന കുട്ടി ഞെട്ടിപ്പോയി. ഇത്ര സ്നേഹത്തോടെ എന്നെ കൂട്ടിക്കൊണ്ടുവന്ന് കാട്ടിലെത്തിയപ്പോഴേക്ക് എന്നെ എന്താണിവൻ വലിച്ചെറിയാൻ കാരണം? എന്തെങ്കിലും കാല് തടഞ്ഞ് അബദ്ധത്തിൽ വീഴാൻ പോയപ്പം സംഭവിച്ചതായിരിക്കുമെന്ന് ചിന്തിച്ച് പതിയെ എഴുന്നേറ്റ് നോക്കുമ്പോഴാ ഒരു സഹോദരൻ വന്ന് ഈ ചെറിയ കുട്ടിയുടെ മുഖത്തടിക്കുന്നു. അപ്പോഴേതാ മറ്റേ കാക്കാന്റെ സമീപത്തേക്ക് ഇക്കാക്ക എന്ന് വിളിച്ച് ഈ കുട്ടി ഓടുമ്പോൾ അവിടുന്ന് മടിയാണ്. തിരിച്ചു മൂന്നാമന്റെ സമീപത്തേക്ക് ചെല്ലുന്നു. നിരന്തരമടി തന്നെ. ചെറിയ കുട്ടിയുടെ മുഖത്ത് സ്വന്തം ജ്യേഷ്ഠന്മാരടിച്ചുകൊണ്ടിരിക്കുകയാണ്. വലായറാഫിഹിം റഹീമൻ, ഒരാളും കരുണ കാണിക്കുന്നില്ല. അങ്ങനെ മരിക്കാറാകുന്നത് വരെ അടിച്ച് അവശനാക്കി. ആ സമയത്തതായ ചെറിയ കുട്ടിയാകുന്ന യൂസുഫ് അലൈഹിസ്സലാം വിളിച്ചു പറഞ്ഞു, യാ യാഖൂബ് ലൗ തഅലമു മാ യുസ്നഉ ബിബനിക,
നിന്റെ മകനെ ഇതാ ഇവിടെ കാട്ടിക്കൂട്ടുന്ന പേക്കൂത്തുകൾ നിങ്ങളെങ്ങാനും കണ്ടിരുന്നെങ്കിൽ വാപ്പാ എന്ന് നിലവിളിച്ചു കരയുകയാണ്. ഇത് കേട്ടതോടെ യഹൂദയുടെ മനസ്സിനൊരു മാറ്റം. നേരത്തെ മൂത്ത മകൻ യഹൂദയും യൂസുഫ് അലൈഹിസ്സലാമിനെ അടിക്കാനും തൊഴിക്കാനും കൂടിയിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമിനെ കുറിച്ച് പരാമർശിച്ചതോടെ യഹൂദയുടെ മനസ്സിൽ ചെറിയൊരു ചാഞ്ചാട്ടം വന്നു. ഉടനെ അദ്ദേഹം ഇടപെട്ടു. അലൈസ ഖദ് അതൈതുമുനി മൗസിഖൻ അല്ലാ തഖ്തുലൂ, യൂസുഫിനെ കൊല്ലുകയില്ല എന്ന് നേരത്തെ ഗൂഢാലോചന നടത്തുമ്പോൾ നിങ്ങൾ എനിക്ക് വാക്ക് തന്നതല്ലേ, അതുകൊണ്ട് അടി നിർത്തൂ, ഇനി ആരും ഇവനെ തല്ലരുത്, ആരും ഇവനെ കൊല്ലരുത്. അങ്ങനെ യഹൂദ സംരക്ഷണ വലയം തീർത്തു, ബാക്കിയുള്ളവരെ തടഞ്ഞു നിർത്തി. എന്നിട്ടതാ യഹൂദ പറയുന്നു, നമുക്ക് നേരത്തെ നടത്തിയ തീരുമാനം അത് മാത്രമേ നടപ്പിലാക്കാൻ പറ്റൂ, ഇവനെ കൊല്ലാൻ പറ്റില്ല, നമ്മൾ ഒന്നിച്ചെടുത്ത തീരുമാനം നടപ്പിലാക്കണം. ആ രീതിയിൽ ഇവര് ഗൂഢാലോചന നടത്തുന്ന രംഗമാണ് അള്ളാഹു പിന്നെ പറയുന്നത്. ഫലമ്മാ ദഹബൂ ബിഹി വഅജ്മഉ അൻ യജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബ് വഔഹൈനാ ഇലൈഹി ലതുനബ്ബിയന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. ഫലമ്മാ ദഹബൂ ബിഹി, ഇക്കാക്കമാർ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെയും കൊണ്ടുപോയി കാട്ടിലേക്ക് ചെന്നു. നേരത്തെ പറഞ്ഞതൊക്കെ സംഭവിച്ചു. അവസാനം വഅജ്മഉ അൻ യജ്അലൂഹു ഫീ ഗയാബത്തിൽ ജുബ്ബ്, ആഴമേറിയ ഒരു കിണറുണ്ട്. ശദ്ദാദ് എന്ന് പറയുന്ന പഴയ ഒരു പണക്കാരൻ നിർമ്മിച്ച 400ഓളം മുഴം ആഴമുള്ള വലിയ കിണറാണ്. ആ കിണറിലേക്ക് നമുക്കിവനെ കെട്ടിത്താഴ്ത്താം എന്നാണ് തീരുമാനം. യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ പതുക്കെ അതാ ആഴമേറിയ കാട്ടിലുള്ള കിണറിന്റെ സമീപത്തേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നു. കിണറിന്റെ ആൾമറയിലെത്തിയപ്പം യൂസുഫ് അലൈഹി സ്വലാം തന്റെ കൈകൊണ്ട് തടുത്തു വെച്ചു, പിടിച്ചു വെച്ചു. ഓരോരുത്തരും കൈക്ക് വന്ന് അടിച്ചു, പിടുത്തം വിടിയിച്ചു. അങ്ങനെ യൂസുഫ് അലൈഹി സ്വലാമിന്റെ ശരീരത്തിൽ നിന്നതാ കുപ്പായം വലിച്ചൂരുകയാണ്. ആ സമയത്ത് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, റുദ്ദു അലയ്യ ഖമീസി അതവാറാബി, നിങ്ങൾ എന്നെ കിണറ്റിലെറിയുമ്പോ എന്തിനാണ് എന്റെ കുപ്പായം? ഞാൻ ഔറത്ത് മറച്ചോട്ടെ. പ്രവാചകന്മാർ കുട്ടിക്കാലത്ത് പോലും ഔറത്ത് പോലും വെളിവാകാത്തവരാണ്. അവർക്ക് അല്ലാഹ് ഇസ്മത്ത് കൊടുക്കാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബ നിർമ്മിക്കുന്ന സമയത്ത് പ്രവാചകനാകുന്നതിന് മുമ്പ് തന്നെ അന്നത്തെ പതിവനുസരിച്ച് പലരും കഅബ ആലയത്തിന്റെ മുമ്പിൽ ഉടുതുണിയില്ലാതെയായിരുന്നു പ്രദക്ഷിണം നടത്തിയത്. അതിന് അവരുടെ സിദ്ധാന്തം ദൈവത്തിന്റെ മുമ്പിൽ ജനിച്ച പടി പ്രത്യക്ഷപ്പെടണമെന്നാണ്, മുശ്രിക്കുകളുടെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ കഅബത്തിന്റെ പുനർനിർമ്മാണത്തിന് കല്ല് കടത്തുമ്പോൾ പലരും ഉടുതുണിയില്ലാതെ അത് ഉരിഞ്ഞ് തെരികയാക്കി വെച്ചാണ് കല്ല് ചുമന്നത്. തിരുനബി അന്ന് പ്രവാചകനായിട്ടില്ല. അന്ന് തന്റെ മൂത്താപ്പയായ അബ്ബാസ് പറഞ്ഞു, മുഹമ്മദേ കല്ല് ചുമക്ക്, അതുകൊണ്ട് നിന്റെ വസ്ത്രം അഴിച്ച് എല്ലാവരും വെക്കുന്നത് പോലെ തലയിൽ വെച്ചോ. റസൂലുള്ളാഹി തങ്ങൾ അവിടുത്തെ വസ്ത്രം തുടൈ വരെ അങ്ങ് പൊക്കിയിട്ടേ ഉള്ളൂ. അവിടുന്ന് ബോധം കെട്ട് വീണുപോയി. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഒന്ന് പിടിച്ച് താഴ്ത്തുകയാണ്, നിങ്ങൾ ഔറത്ത് വെളിവാക്കരുത് നബിയേ. കാരണം പ്രവാചകന്മാരെ കൊണ്ട് ഇങ്ങനത്തെ നിസ്സാരമായ നിന്ദ്യമായ കാര്യങ്ങൾ പോലും അല്ലാഹ് ചെയ്യിക്കില്ല. കാരണം ഭാവിയിൽ ധർമ്മം പറയേണ്ടവരാണിവർ, മതം പ്രസംഗിക്കേണ്ടവരാണിവർ. ജനങ്ങൾ ചോദിക്കും, ഞങ്ങളെ കൂടെ പണ്ട് തുണി ഉടുക്കാതെ നടന്നവനല്ലേ, കള്ളു കുടിച്ച് നടന്നവനല്ലേ? അവർക്ക് മറുപടി ഉണ്ടാകില്ല. അതുകൊണ്ട് പ്രവാചകന്മാർ കുട്ടിക്കാലം മുതൽക്ക് പാപ്പ സുരക്ഷിതരാണ്. യാക്കൂബ് നബിയുടെ പൊന്നോമന പുത്രന്റെ ശരീരത്തിൽ നിന്നും അതാ ഇവര് കുപ്പായം വലിച്ചൂരി കൊടുത്തില്ല. അതേ സമയത്ത് പണ്ഡിതന്മാര് പറയുന്നു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു, മഹാനവറുകളെയും സംരക്ഷിക്കണമല്ലോ. ആ സമയത്ത് അതാ ഇക്കാക്കമാരോട് പറഞ്ഞു, നിന്റെ കുപ്പായം നിങ്ങൾ ഇങ്ങ് തരൂ, എന്റെ വസ്ത്രം ഇങ്ങോട്ട് തരൂ, നിങ്ങൾ അതെന്തിനു ഊരി വെക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ഇക്കാക്കമാരവിടെ വെച്ച് പറയുന്നു, ഓ നിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോകുന്നു എന്നല്ലേ പറഞ്ഞത്? 11 നക്ഷത്രങ്ങളും സൂര്യനും ചന്ദ്രനും. ചോദിച്ചോടാ, വിളിച്ചോടാ, അവരെ വിളിച്ചോ, അവര് തരും നിനക്ക് വസ്ത്രം. അവർ നിനക്ക് ഈ ആഴമുള്ള കിണറ്റിൽ സമാധാനത്തിന് നിന്റെ കൂട്ടിനുണ്ടാകും. അതുകൊണ്ട് നീ അവരോട് ചോദിച്ചോ എന്ന് പറഞ്ഞ് വസ്ത്രം കൊടുത്തില്ല. അവിടെയാണ് റസൂലുള്ള പറയുന്നു, ഇവിടെ വേറെ ഒരു കഥയുണ്ട്. ലമ്മാ ഉൽഖിയ ഫിന്നാരി ജുദ്ദിദ സിയാബുഹു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം യാക്കൂബ് നബിയുടെ പിതാവിന്റെ പിതാവാണ്. ആ ഇബ്രാഹിം നബിയെ നമ്രൂദ് അഗ്നികുണ്ഡത്തിൽ എറിഞ്ഞ കഥ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ടല്ലോ.
ആ സമയത്ത് ഇബ്രാഹിം നബിയെ വിവസ്ത്രനാക്കിക്കൊണ്ടാണ് അവർ അഗ്നികുണ്ഡത്തിലേക്ക് എറിയുന്നത്. ഇബ്രാഹിം നബിയുടെ വസ്ത്രം നമ്രൂദും കിങ്കരന്മാരും ഉരിഞ്ഞെടുത്തപ്പോൾ തന്നെ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നുകൊണ്ട് സ്വർഗത്തിൽ നിന്നുള്ള പട്ടുകൊണ്ടുള്ള വസ്ത്രവുമായി വന്ന് അതാ വൽബസഹു ഇയ്യാഹു ഇബ്രാഹിം നബിക്ക് ധരിപ്പിച്ചു കൊടുത്തിരുന്നു. ഫദഫഅഹു ഇബ്രാഹിമു ഇലാ ഇസ്ഹാഖ, ആ കുപ്പായം ഇബ്രാഹിം നബി തന്റെ പുത്രൻ ഇസ്ഹാഖ് നബിക്കാണ് കൊടുത്തത്. വ ഇസ്ഹാഖു ഇലാ യാഖൂബ, ഇസ്ഹാഖ് അലൈഹിസ്സലാം തന്റെ മകൻ യാഖൂബ് നബിക്ക് അത് കൊടുത്തിട്ടുണ്ട്. ഫജഅലഹു യാഖൂബ് ഫീ തമീമത്തിൻ വഅല്ലഖഹാ ഫീ ഉനുഖി യൂസുഫ, മഹാനായ യാഖൂബ് നബി അലൈഹിസ്സലാം തന്റെ ഓമനപുത്രനായ യൂസുഫിന്റെ കഴുത്തിൽ ഒരു ഐക്കല്ല് പോലെയാക്കി അത് ചുരുട്ടിക്കെട്ടി ഏലസ് പോലെ കഴുത്തിൽ കെട്ടിക്കൊടുത്തതാണ് ബർക്കത്തിന് വേണ്ടി. സർവ്വാമ്പിയാക്കന്മാരും സുന്നത്തി ജമാഅത്തിൽ വിശ്വസിച്ചവരായിരുന്നു. മഹാന്മാരെ ആസാറുകൾക്ക് ബർക്കത്തുണ്ടെന്ന് വിശ്വസിച്ചതാണ്. അതുകൊണ്ട് തന്നെ വല്യുപ്പമാരിലൂടെ അനന്തരമായി കിട്ടിയ ബർക്കത്തുള്ള കുപ്പായം തന്റെ പ്രിയപ്പെട്ട യൂസുഫിന്റെ കഴുത്തിലതാ ഒരു ഐക്കല്ല് പോലെ ഏലസ് പോലെ ഭദ്രമായി കെട്ടിക്കൊടുത്തിരുന്നു. തിരുനബിയാണ് പറയുന്നത്, ഫജാഅ ജിബ്രീൽ, ഉടനെ തന്നെ ജിബ്രീൽ അലൈഹിസ്സലാം യൂസുഫ് നബി ഇസ്ലാമിന്റെ വസ്ത്രം ഇവർ ഉരിയാൻ ശ്രമിച്ചപ്പോഴേക്ക് പ്രത്യക്ഷപ്പെട്ടു. ഫഅറാദു ഫഅഖറജഹു വഅൽബസഹു ഇയ്യാഹ്, മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം ഉടനെ കഴുത്തിൽ നിന്ന് ആ സ്വർഗീയമായ പട്ടുവസ്ത്രം യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ ധരിപ്പിച്ചു. ഇവര് കാണുന്നില്ല. അങ്ങനെ യൂസുഫ് അലൈഹിസ്സലാമിനെ ഒരു കയറിലാണ് ഇവർ ഊരക്ക് കുടുക്കിട്ട് കെട്ടിക്കൊണ്ട് കിണറിലേക്ക് താഴ്ത്തുകയാ. വല്ലാത്ത ക്രൂരതയുള്ള മനസ്സ്. പക്ഷേ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, നമ്മളിതൊക്കെ പറയുമ്പോഴും മഹാനായ യൂസുഫ് അലൈഹിസ്സലാമിന്റെ ഇക്കാക്കമാരെ സംബന്ധിച്ച് നമ്മളെ കൽബിലൊരു വെറുപ്പുണ്ടായി പോകരുത് കേട്ടോ. അവർക്ക് വലിയ വലിയ മഹാന്മാരാണ് പിന്നീട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കഥയൊക്കെ പറയുമ്പോൾ ഏതെങ്കിലും ആളെ സംബന്ധിച്ച് നമ്മൾ ഇങ്ങനെ അരച്ചു തന്നാൽ ഞാൻ അതങ്ങ് വലിച്ചു കുടിക്കുമെന്നൊന്നും മനസ്സ് കരുതി പോകണ്ട. അതൊക്കെ അള്ളാഹു മാപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. യാക്കൂബ് നബിയും യൂസുഫ് നബിയും അവർക്ക് വിട്ടുപുറത്തു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ അവരോട് പകവെച്ച് നടക്കേണ്ട ആവശ്യമില്ലല്ലോ. അതുകൊണ്ട് തന്നെ അതാ ഇവരൊരു കയറിൽ കെട്ടിക്കിണറിലേക്ക് താഴ്ത്തുകയാണ്. താഴ്ത്തുന്ന സമയത്ത് നേരെ അടിയിൽ വെച്ച് നടുവിലെത്തിയ സമയത്തതാ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാം അവിടെ നിന്ന് വിളിച്ചു പറയുന്നു, പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറയുന്നു. ചിരി കേട്ടപ്പോ കാക്കാര് ചോദിച്ചു, എന്താടാ നീ ചിരിക്കുന്നത്? അപ്പം പറഞ്ഞു, നിങ്ങളല്ലേ എന്റെ വാപ്പാന്റെ സമീപത്തുനിന്ന് വലിയ ധൈര്യത്തിൽ പറഞ്ഞത്, ഞങ്ങള് ഇവന് ഗുണകാംക്ഷയുള്ളവരാണ്, ഇവനെ ഞങ്ങൾ സംരക്ഷിക്കും, ഞങ്ങൾ 10 മക്കളുണ്ടായിട്ട് ഇവനെ ചെന്നായ പിടിക്കുകയൊക്കെ ചോദിച്ച് വലിയ ബീമ്പ് പറഞ്ഞവരല്ലേ. നിങ്ങളുടെ ആ ബടായി ഓർത്തുകൊണ്ട് ഞാൻ ചിരിച്ചു പോയതാണ്. ഇത് കേട്ടപാടെ ഒരാള് വന്നിട്ട് എന്തു ചെയ്തു? മഹാനായ യൂസുഫ് അലൈഹിസ്സലാം ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന കയറ് മേൽഭാഗത്ത് നിന്നങ്ങോട്ട് അറുത്തിട്ട് കളഞ്ഞു. മഹാനായ യൂസുഫ് അലൈഹിസ്സലാം 400ഓളം മുഴം ആഴമുള്ള ആ കിണറിന്റെ അടിയിലേക്ക് പതിക്കുന്നു. സുബ്ഹാനല്ലാഹ്, ലോകം വറങ്ങലിച്ചു നിന്ന സമയമാണ്. ഭൂമി യഥാ അതിന്റെ കണ്ണീര് പൊഴിച്ച സന്ദർഭം, ആകാശം മുഖമായി നിന്ന സമയം, പ്രപഞ്ചം ഒന്നടങ്കം ഈ ക്രൂരകൃത്യത്തിൽ മനംനൊന്ത് നിൽക്കുന്ന സമയത്ത് യൂസുഫ് അലൈഹിസ്സലാം കിണറിന്റെ ആഴിയിലേക്ക് ചെന്ന് പതിച്ചതോടെ വെള്ളമുള്ള കിണറായിരുന്നു. മഹാനവറുകൾക്ക് അതാ അള്ളാഹു ഒരു സൗകര്യം ചെയ്തു കൊടുത്തു. ഉടനെ തന്നെ കിണറിന്റെ നടുഭാഗത്ത് ഒരു കല്ല് പ്രത്യക്ഷപ്പെട്ടു. ബഹുമാനപ്പെട്ട യൂസുഫ് അലൈഹിസ്സലാം ആ കല്ലിന്റെ മേലെ കയറി. വളരെ വലിയ ആഴമുള്ളതാണ്. മുകളിൽ നിന്ന് ആരും നോക്കിയാൽ അടിഭാഗം കാണാത്ത കിണറാണ്. ഈ കിണറിന്റെ അടിയിൽ യൂസുഫിന് എന്ത് സംഭവിച്ചു അറിയാൻ ആകാംക്ഷയും. ഇക്കാക്കമാരൊരൊറ്റ വിളിയാണ്, ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതുന്നു, ഈ പാറക്കല്ലിന്റെ മേലെ യൂസുഫ് ദാ സുരക്ഷിതനായി നിൽക്കുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം അദ്ദേഹത്തിന് താങ്ങും തണലുമായി ചെന്നിട്ടുണ്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ഇപ്പുറത്തുനിന്ന് കരയിൽ നിന്ന് വിളിക്കുന്നു. വിളി കേട്ടപ്പം ഫളന്ന റഹ്മത്തൻ അദ്റകത്തുഹും, യൂസുഫ് എന്ന കുഞ്ഞൻ വിചാരിച്ചു പോയി, എന്നെ കിണറിൽ എറിഞ്ഞതിന് ശേഷം അവർക്ക് എന്തോ മനസ്സിൽ സ്നേഹം തോന്നിയതായിട്ടായിരിക്കും വിളിക്കുന്നത്.
ഒരലിവ് പ്രതീക്ഷിച്ചുകൊണ്ടും ആ കുട്ടിയതാ കിണറിൽ നിന്ന് എന്തേ ഇക്കാക്കമാരെ കിണറിന്റെ ആഴിയിൽ നിന്ന് ഉത്തരം നൽകിയപ്പോൾ ഇവര് സ്നേഹം കൊണ്ട് വിളിച്ചതല്ല. കൂട്ടത്തിൽ ഒരാളതാ വലിയൊരു പാറക്കല്ലുമായി വരുന്നു. വിളി കേട്ട യൂസുഫ് ഇനിയും മരിച്ചിട്ടില്ലേ അവൻ എന്ന് ചോദിച്ച് തലയിലേക്ക് കല്ല് വലിച്ചെറിയാൻ ശ്രമിക്കുമ്പം ഇക്കാക്കയായ യഹൂദ പറഞ്ഞു, എന്റെ ശവത്തിൽ ചവിട്ടിയല്ലാതെ നിങ്ങൾക്ക് അവനെ കൊല്ലാൻ കഴിയില്ല, ഞാനതിന് സമ്മതിക്കില്ല. ഇനി കൂടുതൽ നിങ്ങൾ കളിക്കുകയാണെങ്കിൽ വാപ്പയോട് ഞാൻ ഉള്ളതുപോലെ സംഭവങ്ങളൊക്കെ തുറന്നു പറയും എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരെ പിന്തിരിപ്പിച്ചില്ലായിരുന്നുവെങ്കിൽ യൂസുഫ് അലൈഹിസ്സലാമിന് നേരെ ഇവർ കല്ലെറിയുമായിരുന്നു. അങ്ങനെ അതാ ഇവർ ഈ ക്രൂരകൃത്യം ചെയ്യുകയാണ്. അല്ലാഹു തആല പറഞ്ഞു, ആഴമേറിയ കിണറിന്റെ അടിയിലേക്ക് അങ്ങ് വലിച്ചെറിഞ്ഞപ്പോൾ സാന്ത്വനവുമായി അല്ലാഹു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവതരിപ്പിച്ചു കൊടുത്തു. വഔഹൈനാ ഇലൈഹി ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ വഹും ലാ യശ്ഉറൂൻ. യൂസുഫ് നബിക്ക് നമ്മൾ ദിവ്യ സന്ദേശം നൽകി. ഓ നബിയേ യൂസുഫേ, ലതുനബ്ബിഅന്നഹും ബിഅംരിഹിം ഹാദാ, താങ്കളോട് അവർ കാണിച്ച ഈ ക്രൂരകൃത്യങ്ങളെ നിങ്ങൾ ഒരിക്കൽ അവരെ മുഖത്ത് നോക്കി ചോദിക്കുകയും പറയുകയും ചെയ്യുന്ന ഒരു സന്ദർഭം വരുന്നുണ്ട്. വഹും ലാ യശ്ഉറൂൻ, തത്സമയം താങ്കൾ യൂസുഫാണെന്ന വിവരം അവരറിയില്ല. അങ്ങനെ നിങ്ങൾക്ക് അവരെ നിർത്തിപ്പൊരിക്കാൻ പറ്റിയ ഒരു സമയം വരാനുണ്ട്. അതുകൊണ്ട് ദുഃഖിക്കണ്ട. ഇന്ന് അവര് നിങ്ങളോട് കാണിച്ച ക്രൂരതയൊക്കെ നാളെ അവരോട് മുഖത്ത് നോക്കി ചോദിക്കാൻ ഞാൻ നിങ്ങൾക്ക് അവസരം തരുന്നുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടതാ അല്ലാഹു ഈ കിണറിന്റെ ആഴിയിൽ വെച്ച് മാനവറുകൾക്ക് സമാധാനം കൊടുക്കുന്നു. ചെറിയ കുട്ടിയല്ലേ, സുബ്ഹാനല്ലാഹ്. ഈ ക്രൂരകൃത്യം ചെയ്ത ഇക്കാക്കമാരെന്താണ് പിന്നീട് ചെയ്യുന്നത്? അവരിനി തിരിച്ചു പോകണം. മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാം ഉച്ച തിരിഞ്ഞതോടുകൂടെ വഴിയിലേക്ക് ഇറങ്ങി നിൽക്കുന്നുണ്ട്. എന്റെ മോനെവിടെ, മോനെവിടെ ഇങ്ങനെ അന്വേഷിക്കുകയാണ്, കാത്തു നിൽക്കുകയാണ്. രാത്രിയായി, മക്കള് വരുന്നത് കാണുന്നില്ല. എന്തോ ദുസ്സൂചന ഉണ്ട്. നേരത്തെ തന്നെ കണ്ട സ്വപ്നം തന്നെ അലട്ടുന്നുണ്ട്. 10 ചെന്നായക്കൾ തന്റെ മകനെ പിടിച്ച് കടിപിടി കൂടുന്ന രംഗം വാപ്പയുടെ മനസ്സിലുണ്ടല്ലോ. ആ വാപ്പക്ക് മനസ്സിൽ വല്ലാത്ത വിഷമമായി. മഗ്‌രിബിന്റെ നേരമായിട്ടും മക്കളെ കാണുന്നില്ല. പിന്നീടതാ രാത്രി നേരത്ത് ഒരു വലിയ നിലവിളിയോടെ തന്റെ മക്കള് വരുന്ന ശബ്ദം വാപ്പ കേൾക്കുന്നു. വജാഊ അബാഹും ഇശാഅൻ യബ്കൂൻ. അല്ലാഹു തആല പറയുന്നു, രാത്രി നേരത്തതാ നിലവിളിച്ച് കരഞ്ഞുകൊണ്ടാണ് ഇക്കാക്കമാര് വരുന്നത്. കരച്ചില് കേട്ടപ്പം തന്നെ യാക്കൂബ് നബിക്ക് മനസ്സിലായി, പന്തിയില്ലാത്ത വരവാണ്. എന്തെല്ലാം രഹസ്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട്, ചതിയുണ്ട്. ഇത് മനസ്സിലാക്കിയ യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ദുഃഖിച്ചിരിക്കുകയാണ്. മക്കൾ ഓടി വന്ന് വാപ്പയുടെ കാൽക്കൽ വീണ് കള്ളക്കരച്ചിലോടുകൂടെ പറയുന്നു, ഖാലൂ യാ അബാന ഇന്നാ ദഹബ്നാ നസ്തബിഖു വതറക്നാ യൂസുഫ ഇൻദ മതാഇന ഫഅകലഹു ദിഅബു. ഓ ഞങ്ങളെ പ്രിയപ്പെട്ട വാപ്പ, ഇന്നാ ദഹബ്നാ നസ്തബിഖു, ഞങ്ങൾ അമ്പെയ്ത്ത് മത്സരം നടത്താൻ പോയി. അമ്പെയ്ത്ത് മത്സരം നടത്തുകയാണ്. ആർക്കാണ് ഏറ്റവും കൃത്യമായി അമ്പ് കൊള്ളിക്കാനാവുക? ഈ മത്സരത്തിന് വേണ്ടി ഞങ്ങൾ ശ്രമിച്ചപ്പോൾ അതാ ഞങ്ങളെ ചരക്കുകളെ നോക്കാൻ വേണ്ടി അതിന്റെ ചാരത്ത് ഞങ്ങൾ യൂസുഫിനെ നിർത്തി. ചരക്കുകൾ നോക്കാൻ വേണ്ടി യൂസുഫിനെ നിർത്തി. യൂസുഫ ഇൻദ മതാഇന, ഞങ്ങളെ ചരക്കുകളുടെ വസ്ത്രങ്ങളും മറ്റു ഭക്ഷണങ്ങളെ സമീപത്താണ് യൂസുഫിനെ കാവൽ നിർത്തിയത്. ഞങ്ങൾ ശക്തമായ മത്സരം നടത്തിക്കൊണ്ടിരിക്കെ ഒരു ചെന്നായ വന്ന് നമ്മളെ യൂസുഫിനെ തിന്നുപോയി വാപ്പാ എന്ന് പറഞ്ഞൊരൊറ്റ നിലവിളിയാണ്. നിലവിളിച്ചുകൊണ്ടവർ പറയുന്നു, ഞങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് നേരത്തെ തന്നെ നല്ല വിശ്വാസമുണ്ടെങ്കിൽ കൂടി ഞങ്ങൾ യൂസുഫിനെ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂല. കാരണം അത്രമേൽ നിങ്ങൾക്ക് യൂസുഫിനോട് സ്നേഹമുണ്ട്. ആ സ്നേഹം കാരണം ഞങ്ങൾ ഉള്ളത് പറഞ്ഞാലും നിങ്ങൾ അംഗീകരിക്കൂല, ഞങ്ങൾക്കറിയാം. പക്ഷേ
ഉള്ളത് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ചെന്നായ പിടിച്ചു വാപ്പാ, ചെന്നായവനെ തിന്നു വാപ്പാ. കണ്ടില്ലേ, ഇതാ അതിന്റെ തെളിവ് എന്ന് പറഞ്ഞ് ഈ കുപ്പായ അവിടെ കാണിച്ചു. കിണറിലേക്ക് എറിഞ്ഞ നേരത്ത് യൂസുഫ് അലൈഹി ഇസ്ലാമിന്റെ കുപ്പായ ഉരിപ്പിടിച്ചിരുന്നു. ആ കുപ്പായം ഇവരെന്തു ചെയ്തു? എടുത്തു വെച്ചത് ഒരു തന്ത്രത്തിന്റെ ഭാഗ, ഗൂഢാലോചനയുടെ ഭാഗ. എന്താ ഗൂഢാലോചന? ഈ കുപ്പായം അതിൽ രക്തം പുരട്ടിയിട്ട് വാപ്പാക്ക് തെളിവായിട്ട് കൊടുക്കണം, ചെന്നായ പിടിച്ചതാന്ന്. അതിനു വേണ്ടിയാ ഈ കുപ്പായം നേരത്തെ ഊരിയത്. അല്ലാതെ കിണറിൽ പോകുമ്പം ഈ കുപ്പായം ഇവർക്ക് എടുക്കാൻ വേണ്ടി ഊരിയതല്ല. അത് കൊലപാതകത്തിന്റെ തെളിവ് തേച്ചു മായ്ച്ചു കളയാൻ, അല്ലെങ്കിൽ അവർ ചെയ്ത കുറ്റകൃത്യത്തിന്റെ തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ചെയ്തൊരു ഗൂഢാലോചന. അങ്ങനത്തെ ഗൂഢാലോചന പലപ്പോഴും പൊളിയലാണ്. നമ്മൾ പല കേസും നമ്മൾ വായിച്ചു നോക്കിയാൽ അറിയാറുണ്ട്. അതിനു വേണ്ടി നടത്തിയ ഓരോ ഗൂഢാലോചനയും പിന്നീട് തെളിഞ്ഞ് പൊളിഞ്ഞിങ്ങനെ വരും. അതുപോലെ ഇവരും കുപ്പായം എടുത്തു വെച്ചത് അതിനാണ്. വാപ്പക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല. പിതാവ് പെട്ടെന്ന് ബോധം കെട്ടുപോയി. തന്റെ പുത്രനെ ഇന്നലെ സ്വപ്നത്തിൽ കണ്ടതുപോലെ ചെന്നായ പിടിച്ചുപോയോ. ആ പിതാവിന്റെ മനസ്സ് പൊട്ടിപ്പോയി. അദ്ദേഹം ബോധം കെട്ടുവീണു. അങ്ങനെ മറ്റുള്ളവർക്ക് അങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുമ്പോൾ ഉടനെ തന്നെ ബോധം തെളിഞ്ഞു. അപ്പോഴാണ് മക്കള് വാപ്പാക്ക് ഒന്നുകൂടി ബോധ്യപ്പെടുത്താൻ വേണ്ടി തെളിവ് നൽകുന്നു. അദ്ദേഹത്തിന്റെ കുപ്പായത്തെ കള്ളരക്തം പുരട്ടിയിട്ട് പിതാവിന് അവർ സമർപ്പിക്കുന്നു. യൂസുഫിന്റെ ശരീരത്തിൽ നിന്ന് ഊരിയെടുത്ത കുപ്പായം ഒരാടിനെ അറുത്തു അതിന്റെ ചോര ഈ കുപ്പായത്തിൽ പുരട്ടിയിട്ടാണ് പിതാവിന്റെ മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, വാപ്പാ തെളിവിതാ, യൂസുഫിന്റെ കുപ്പായം ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. യൂസുഫിനെ ചെന്നായ തിന്നുപോയതാണ്. യഖൂബ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുപ്പായം തന്റെ മുഖത്തേക്ക് അടുപ്പിച്ചു വെച്ച് അതിൽ തുരുതുരാ ചുംബനം അർപ്പിക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട മകന്റെ ശരീരം തൊട്ട കുപ്പായമാണല്ലോ, ആ മകൻ അതാ അവന്റെ ശരീരം തൊട്ട കുപ്പായമാണല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ചുംബിക്കുന്നു. അവസാനം അതാ മഹാനവറുകൾ ഒരൊറ്റ പൊട്ടിച്ചിരിയാണ്. ചിരിച്ചപ്പോ ഇവർ അത്ഭുതപ്പെട്ടുപോയി. എന്താണ് ചിരിക്കാനുള്ള കാരണം? മറ്റൊന്നുമല്ല, മഹാനവറുകൾ പറയുന്നു അതിന്റെ കാരണമുണ്ട്. എന്താണ് കാരണം? ഈ ചെന്നായ വല്ലാത്ത കാരുണ്യമുള്ള ചെന്നായ തന്നെ. ചെന്നായയുടെ കാരുണ്യമോർത്തുകൊണ്ട് ചിരിച്ചുപോയതാണ്. മക്കള് നെട്ടിത്തെറിച്ചു. വാപ്പ ചില്ലറക്കാരനല്ലോ, എനിക്കറിയാം എന്താ വാപ്പ പറയാൻ പോകുന്നത്. എല്ലാവരും മുഖത്തോട് മുഖം നോക്കുകയാണ്. വാപ്പ പറഞ്ഞു, എടോ ഇതെന്തൊരു ദയയുള്ള ചെന്നായയാണ്. എങ്ങനെയാണ് യൂസുഫിന്റെ കുപ്പായം കീറാതെ, യൂസുഫ് ശരീരത്തിൽ ധരിച്ച കമീസ് നീളക്കുപ്പായം ശരീരം മുഴുവനും മറക്കുന്ന കുപ്പായമാണ്, അത് കീറാതെ യൂസുഫിന്റെ ശരീരം മുഴുവനും തിന്നാൻ ഈ നായ ഇത്രയും കാരുണ്യമുള്ള നായയാണോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങളെ തെളിവ് പാളിപ്പോയിട്ടുണ്ട് എന്ന് ഇവർക്ക് ബോധ്യമായി. കുപ്പായത്തിനൊരു പോറലേറ്റിട്ടില്ല. ഒരു നായ കടിച്ചു പറിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പോറൽ വേണ്ടേ? ഒന്നുമേൽക്കാത്ത കുപ്പായത്തിലാണ്. ആടിന്റെ ചോര പുരട്ടിയിട്ട്, കള്ളരക്തം പുരട്ടിയിട്ട് ഇത് നായയുടേതാണെന്ന് പറഞ്ഞ് യാക്കൂബ് നബി ഇസ്ലാമിനെ പറ്റിക്കാൻ ശ്രമിക്കുന്നത്. മഹാൻ പറഞ്ഞു, ഇത് നിങ്ങൾ കള്ളരക്തം പുരട്ടിയതാണ്. നിങ്ങൾ പറഞ്ഞ നായ വല്ലാത്ത കാരുണ്യമുള്ള നായാവണം. അല്ലെങ്കിൽ അപ്പൊ ഒരാൾ അറിയാതെ അങ്ങ് പറഞ്ഞു, അല്ല കള്ളം പിടിച്ചുണ്ടായതാണ്. അങ്ങനെ ഉണ്ടല്ലോ, കള്ളത്തരങ്ങൾ പൊളിയുമ്പോ വേറൊന്നാട് പറഞ്ഞു, അതിൽ മറ്റൊരു ഉണ്ടാതൊക്കെ ഈ പറയണ്ട ഞങ്ങൾ പറഞ്ഞോളാം. കാരണം ഓരോരുത്തരും ഓരോന്നോരോന്നാ പിന്നെ പറയാം. ഇതോടെ യൂസുഫ് നബി ഇസ്ലാമിനെ സംബന്ധിച്ച് ഇവരെന്തോ കുതന്ത്രം ചെയ്തതാണെന്ന് യാക്കൂബ് നബി മനസ്സിലാക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഖാലബൽ സവ്വലതുലക്കും അൻഫുസുക്കും അംറാ, നിങ്ങൾക്ക് എന്തോ വേണ്ടാത്തത് നിങ്ങളെ ശരീരം തോന്നിപ്പിച്ചു ചെന്നിട്ടുണ്ട്, നിങ്ങളത് ചെയ്തിട്ടുമുണ്ട്, എനിക്ക് ബോധ്യമായി. അതുകൊണ്ട് ഞാൻ ഇനി ഒരു കാര്യം ചെയ്യുകയാണ്. ഫസബ്റുൻ ജമീൽ, ഇനി ഞാൻ ദുഃഖം പ്രകടിപ്പിച്ചതുകൊണ്ട് കാര്യമില്ല, ഇനി നല്ല ക്ഷമ പിടിച്ചു നിൽക്കുക തന്നെയാണ്. ഒന്നാന്തരം ക്ഷമ, ദുഃഖം പ്രകടിപ്പിക്കാത്ത, നിലവിളിക്കാത്ത, സങ്കടം മറ്റൊരാളോട് പറയാത്ത ക്ഷമ, അതാണ് ഇനി നല്ലത് എന്ന് പറഞ്ഞു.
ഇവിടെ പണ്ഡിതന്മാര് പറഞ്ഞു യാക്കൂബ് നബി സലാം അന്വേഷിക്കാനൊന്നും പോയില്ല. അത്ഭുതല്ലേ? യാക്കൂബ് നബി സലാം എന്തുകൊണ്ട് അന്വേഷിക്കാൻ പോയില്ല? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആല നേരത്തെ തന്നെ വിവരം കൊടുത്തിട്ടുണ്ടല്ലോ എന്താ വരാൻ പോകുന്നത്. ഇതിന് വലിയൊരു അന്ത്യം വരാൻ പോകുന്നു നേരത്തെ മുൻകൂട്ടി അറിഞ്ഞതാണ്. ആ അറിഞ്ഞതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് പോകേണ്ട ആവശ്യമല്ല. പക്ഷേ മകനുമായുള്ള വേർപാട് ഇത് അസഹ്യമാണ്. ഭാവിയിൽ എന്താ വരാൻ പോകുന്നു അറിയാം. അതുകൊണ്ട് അന്വേഷിച്ചുകൊണ്ട് എവിടെയാണ് മകനെ കൊന്നിട്ടില്ല എന്ന് തെളിവ് കിട്ടിയിട്ടും പിന്നെ അന്വേഷിക്കാൻ പോവാത്ത ഒരു കാരണം അതാണ്. രണ്ടാമത്തെ കാരണം ഔലിൽമിഹി അന്നഹു തആല യസൂനു യൂസുഫ അനിൽ ബലാ. അല്ലാഹു തആല യൂസുഫ് നബി ഇസ്ലാമിനെ സംരക്ഷിക്കുമെന്ന ഉറച്ച വിശ്വാസം ഇത് വാപ്പക്കുണ്ടതുകൊണ്ട് അന്വേഷണത്തിന് പോയില്ല. മൂന്നാമത്തെ കാരണം പറഞ്ഞത് ലം യരിദ് ഹത്ക അസ്താറ സായിരി ഔലാദിഹി. മറ്റതും തന്റെ മക്കൾ തന്നെയാണല്ലോ. ആ മക്കള് ചെയ്ത ഒരു തെറ്റിന്റെ മറ പൊളിച്ച് വഷളാക്കണ്ട. ഏതായാലും ഭാവിയിൽ ഏതുവരെ ഇത് വരാൻ പോകുന്നു മുൻകൂട്ടി അറിയാം. പിന്നെ ഇക്കാക്കമാരെ മറ്റു മക്കളെ വഷളാക്കണ്ട. തൽക്കാലം ആ മറയിലൂടെ അവരങ്ങ് നടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫസബറുൻ ജമീൽ, ഞാൻ നന്നായി ക്ഷമിക്കും.